ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു ഗെയിമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്, അമിക്കിൻ വില്ലേജ്. ഇതിപ്പോൾ നമ്മുടെ പോക്കിമോൺ ഇല്ല, അത് കൂട്ടെന്തൊരു ഗെയിമാണ്. ഞാൻ പ്ലേ സ്റ്റോറിൽ അതിൻ്റെ വീഡിയോ കണ്ടപ്പോഴേക്കും ട്രെയിലർ കൂട്ട് കണ്ടപ്പോഴേക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് കയറി നോക്കാം, എന്താ സംഭവം നമുക്ക് നോക്കാം. ഓക്കെ, ബ്ലാക്ക് സ്ക്രീൻ ആയിട്ടുണ്ട്. ക്രാഷ് ആവുനി ഇല്ല. ഓക്കെ, നമ്മളെന്തോ ഒരു സ്ഥലത്തോട്ട് പോകണേ തോന്നുന്നു കേട്ടോ, സ്പേസ് ഷിപ്പിനകത്ത്. സംതിങ് വെൻ്റ് റോങ്. ഓക്കെ, നമ്മൾ രണ്ടുപേരുണ്ട്. ഓ, മീ മാനേജ് ടു സേവ് മൈ ബ്രദർ. എന്തിനോ ചെന്നിടിച്ച് അതാ സ്പേസ് ഷിപ്പ് പോകുന്നതാ. നമ്മൾ വേറെ ഏതോ പ്ലാനറ്റിൽ വന്ന്, ഇത് എർത്താണ്, ഭൂമി പോലെ ഉണ്ട് കണ്ടിട്ട്. ഓക്കെ, ക്യാരക്ടർ കസ്റ്റമൈസേഷൻ, ലെറ്റ്സ് ഗോ. ഇതിനകത്ത് നമുക്ക് മെയിലുണ്ട് ഫീമെയിലുണ്ട്. ഇതാണ് നമ്മുടെ ഫീമെയിൽ ക്യാരക്ടർ വരുന്നത്. നമുക്ക് എന്തായാലും മെയിൽ ക്യാരക്ടർ തന്നെ എടുക്കാം. ഹെയർ കളറൊന്നും മാറ്റല്ല, ഹെയർ കളർ പച്ച ഇരുന്നോട്ടെ, നമുക്കതൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പേര് മാറ്റണം. അയ്യോ, പേര് മാറ്റാൻ പറ്റുന്ന ഓക്കെ, NC. ഓക്കെ, നമ്മളങ്ങനെ പേരിട്ടിട്ടുണ്ട്. സേവ് ചേഞ്ചസ്, ഇത് എത്ര ഉള്ളൂ സംഭവം. ഇത് നമ്മൾക്ക് കൂടുതൽ ആൾ കണ്ടു, ഇത് നമുക്ക് കിട്ടുന്ന തോന്നുന്നു, അറിയില്ല. എന്തായാലും നമുക്ക് സേവ് ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ണു തുറന്നു. ഗൈസ്, ഇവൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ, ഈ ചെറിയ സാധനം. വീണ്ടും ബ്ലാക്ക് സ്ക്രീൻ. ഈ ബ്ലാക്ക് സ്ക്രീൻ കാണുമ്പോൾ പേടിയാണ്. നമ്മുടെ കളിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഗെയിം ക്രാഷ് ആകുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. സെറ്റിങ്സിനകത്ത് ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. മ്യൂസിക് 2 ഓഫ് ചെയ്യാം, 60 FPS. ഓക്കെ, ഇതങ്ങനെ തന്നെ കിടന്നോട്ടെ. ത്രോ ദ അമിഡൈസ്, സോറി, ത്രോ ദ അമിഡൈസ് ടു ക്യാച്ച് ദ അമിക്കിൻ. ഓക്കെ, അപ്പോൾ അമിക്കിൻ എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. ഫ്ലെയർ ഹുഡ്, ലെറ്റ്സ് ഗോ. നമ്മളപ്പോൾ അത് എറിഞ്ഞിട്ടുണ്ട്. ഓ, ഇതാ തന്നെ നമ്മൾ മറ്റേ പോക്കിമോൺ കളിക്കുമ്പോൾ നമ്മൾ പോക്കിബോൾ എറിഞ്ഞിട്ട് അവരെ പിടിക്കൂലേ, അതേപോലത്തെ ഒരു സംഭവം തന്നെ. സമൺ യുവർ ന്യൂ ഫ്രണ്ട്. ഓക്കെ, നമ്മൾ നിൽക്കിയിട്ടുണ്ട്. ദിസ് അമിക്കിൻ വിൽ ഹെൽപ്പ് യു ഇൻ ബാറ്റിൽ ആൻഡ് വിത്ത് വർക്ക്. ഓക്കെ, ഇതപ്പോൾ നമുക്ക് ബാറ്റിലും കൊണ്ടുപോകാം, അതുപോലെ തന്നെ വർക്ക് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്, അതെനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. വർക്ക് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഓരോ സാധനങ്ങൾ പണിയുമ്പോൾ ഇവർ വന്ന് ഇതാക്കും തോന്നുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്ത് തോന്നുന്നു. ഓക്കെ, മൂവ് ദ ജോയ്സ്റ്റിക്ക്. ഇവൻ നമ്മുടെ കൂടെ ഉണ്ടല്ല, ഇതെന്താ സംഭവം. ഓ, ഇത് നമുക്ക് അമിക്കിൻ ഇത് നമുക്ക് പുറത്തുവിടാം, അതുപോലെ തന്നെ നമുക്ക് എടുത്തും വെക്കാം അല്ലേ. നമുക്കെന്തായാലും പുറത്ത് കിടക്കട്ടെ എന്തായാലും. അതാ അവന് സ്നേഹം എന്നോട്. ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേണി. ഓക്കെ, നമ്മളപ്പോൾ ഇനി മെറ്റൽ കുറച്ചെടുക്കണം. ഗൈസ്, ഇവിടെ മറ്റേ നമ്മളിപ്പോൾ പോണ സ്ഥലമാകുമ്പോഴേക്കും ഒരു തിളങ്ങുന്ന കണ്ട വഴിയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. ഫസ്റ്റ് മറ്റേ ട്യൂട്ടോറിയലായോണ്ടായിരിക്കും, പിന്നീട് അങ്ങടെ നമുക്കൊന്നും പറഞ്ഞില്ല തോന്നുന്നു. ഓക്കെ, നമുക്കിനി ഇത് മരം കൊട്ടാൻ പറ്റും. റിക്വയർഡ് സ്കാവെഞ്ചർ ആക്സ. സോറി ഗൈസ്, എനിക്കത് പറയാറിയാൻ കറക്റ്റായിട്ട്. ഓക്കെ, നമ്മൾ വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്, വുഡൻ ലോഗ്സ്. ഓക്കെ, ബിൽഡ് വർക്ക് സ്റ്റേഷൻ വടിയിൽ മറ്റേ സംഭവം ഒന്നുണ്ട്. ഓപ്പൺ വർക്ക് മോഡ് അല്ലേ, ഓപ്പൺ ബിൽഡിംഗ് മോഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ. വർക്ക് സ്റ്റേഷൻ, നമുക്ക് വുഡും ഇപ്പം നമ്മൾ മെറ്റലാണ്. വുഡൻ ലോഗ് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫൗണ്ട്. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഇത് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ഓ ഗൈസ്, നമുക്കിത് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ഓരോ ഇങ്ങനെ മറ്റേ സൈഡിൽ പെട്ടി ഞെക്കൂലേ. സൂം ഔട്ടുണ്ടല്ലേ. ഓരോ നമ്മൾ കോളം ഇവിടെ ഒന്ന് ഞെക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. ഓക്കെ, നമ്മളത് പണിതിട്ടുണ്ട്. പണിതില്ലേ, അതെങ്ങനെ പണിയുന്ന ഇനി അടുത്ത് ചെന്ന്. ഗൈസ്, ഇതാണ് നമ്മുടെ അമിക്കിനും നമുക്ക് ഇതേപോലെ എന്താണ് ഹെൽപ്പ് ചെയ്യും. അതാണ് മറ്റേ ബാറ്റിലിനകത്തും പിന്നെ അതുപോലെ തന്നെ പണിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ. ഓക്കെ, നൈസ്. ബിൽഡ് എ വുഡൻ. ഗൈസ്, വുഡൻ സ്റ്റേഷനാ, അതെന്താ? വർക്ക് സ്റ്റേഷൻ. സോറി, വായിച്ചത് മാറിപ്പോയി. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. വർക്ക് സ്റ്റേഷൻ ലെവൽ 1. ഇതിപ്പോൾ ലെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, നോ പ്രോബ്ലം. ഇതിനകത്താണ് മറ്റേ സ്കവെഞ്ചർ ആക്സ് ഉള്ളത്. ഇതെന്താ സംഭവം. ഓക്കെ, ക്രാഫ്റ്റ്. ഇതെന്താ, ഇത് എന്തൊക്കെയോ ആരോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടേക്ക്. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇത്. ഇനി നമുക്ക് മരം വെട്ടാൻ പറ്റുമോ തോന്നട്ടാ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് മരം വെട്ടാൻ പറ്റും. നമ്മളിങ്ങനെ ഞെക്കിക്കൊണ്ടേ നിൽക്കണം അല്ലേ. ഓക്കെ. ഇതെന്താ, ഇവിടെ എന്തൊരു സാധനം, ഇതെന്താ സംഭവം ഇത്. ഇതാണ് മറ്റേ എറിഞ്ഞ് പിടിക്കുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. എല്ലാം ഇപ്പം എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഇതെന്താ സംഭവം ഇത്. ഹിയർ യുവർ കറൻറ്റ് മെയിൻ പാത്ത് പ്രോഗ്രഷൻ. നമ്മൾ മറ്റേ ഓരോന്ന് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴുള്ള സംഭവങ്ങൾ. ഓക്കെ, അതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്.
ടു ഓർഡർ ലെവൽ ക്യാപ് ഇൻക്രീസ്. അത് സംഭവം എന്താ ഗൈസ്? ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഗെയിമിനെ പറ്റിയോ ഇത് മറ്റേ പൈസ കൊടുത്ത് ഈ ഏരിയയിലോട്ട് നമ്മൾ പോവേ വേണ്ട. അയ്യോ നമ്മൾ നേരത്തെ അടുത്ത് അവിടെ ഇരുന്ന് ഗൈസ് അത് പോയി. ഇതെന്താ സംഭവം? കുറേ ഒന്നും ഇതൊക്കെ VIP ഫ്രീ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രീ ഞെക്കുമ്പോഴേക്കും പൈസ കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ മാപ്പ് ഇതാണ് നമ്മുടെ. അമ്പോ ഗൈസ് ഇതാണ് നമ്മുടെ മാപ്പ്. എനിക്ക് തോന്നുന്നു ഈ ഓരോ സ്ഥലത്ത് ഓരോ സാധനങ്ങൾ നോക്കി ഇവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും തോന്നട്ടാ. കണ്ടില്ലേ? അമ്പോടാ ഇതെന്താ സംഭവം? ഇത് മറ്റേ നമ്മുടെ സ്വാമ്പേരി പോലത്തെ തോന്നുന്നു. ഡീപ്പ് ഫോറസ്റ്റ്. ഓ നൈസ് നൈസ് നൈസ്. ക്രാഫ്റ്റ് സ്കാവഞ്ചർ ഗൈസ് ഇത് വായിക്കാൻ ഭയങ്കര പാടാണ്. സ്കാവഞ്ചർ ക്ലബ്ബ്. ഓക്കെ നമ്മളിതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ ഇതാണ് ക്ലബ്ബ്. ഡാമേജ് 19, 22, 10. ഇതെന്താ സംഭവം എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നമ്മളോട് ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ടേക്ക്. ഓക്കെ നമ്മളത് എടുത്തു. ഇനി ഓപ്പൺ ഇൻവെൻട്രി. ഓക്കെ ഓ നൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവെൻട്രി. അമി പവർ, അമി റെസിസ്റ്റൻസ്, പവർ റെസിസ്റ്റൻറ്റ്. ഇതെന്താ അമി പവർ എന്താ 29 കൊടുത്തേക്കുന്നത്? ഓക്കെ നമ്മളപ്പോൾ എന്നാലും അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഇവിടെ കുറേ ആയിട്ട് ഗൈസ് 1, 2, 3, 4, 5, 6 അറ്റ് എ ടൈം നമുക്ക് 6 നമ്മുടെ ഇത് തന്നെ പറയുന്ന അമി. ഒരു മിനിറ്റ് ഇവനെന്താ പറയുന്ന അമീസിൻ അങ്ങനെ എന്താണ്ടോ അല്ലേ? ഓക്കെ അമിക്കിൻ സോറി അമിക്കിൻ. അതാ ഗൈസ് ഇതാ അവൻ നമ്മളെ ഇത് ഇങ്ങനെ എറിഞ്ഞാൽ കിട്ടുമോ? അമ്പേ അയ്യോ പോയി. അയ്യോ ഗൈസ് ഇവന്മാരുടെ ഫൈറ്റ് ഇവിടെ. അമ്പോടാ ഗൈസ് കൊന്ന് നമ്മുടെ ഫ്ലെയർ ഹുട്ട് അവനെ കൊന്നു. അതാ മുട്ട. ഓ ഫയർ എസെൻസ് മുട്ട അല്ലേ കേട്ടോ, ഫയർ എസെൻസ് എന്താണ്ടോ ആണ്. അമ്പേ ഇവനൊരു കൊച്ചുകില്ലാടി തന്നെ. ഫ്ലെയർ ഹുട്ട് കൊള്ളാം. ഇതെന്താ? ഓ ഗൈസ് നമുക്ക് വീണ്ടും കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ 2 ഓർഡർ. ഇതെന്താ സംഭവം? ഇത് ഓപ്പൺ 4 എന്തൊക്കെയോ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ 4 ഓപ്പൺ ചെയ്യുന്നു. വീണ്ടും നമുക്ക് വുഡും കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ആ വുഡും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. കളക്ട് അമിഡൈസ്. സോറി ഓക്കെ ഗൈസ് അമിഡൈസ് അമിക്കിൻ മാറിപ്പോരുത്. അമിഡൈസ് അമിക്കിൻ രണ്ടും എനിക്ക് മാറിപ്പോകുന്നു രണ്ടും. ഓക്കെ നമ്മൾ ഈ സാധനം കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നണേ നമ്മൾ ഇതിൻ്റെ HP ലോ ആകുമ്പോഴേക്കും നേരത്തെ നമ്മൾ കണ്ടില്ലേ HP ലോ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് എറിഞ്ഞു കൊടുക്കണം. ഈ അമിക്കിൻ എന്ന് പറഞ്ഞ സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് പിടിക്കാൻ പറ്റും. ക്യാച്ച് മിയൗ ഇങ്കിൾ. അതെന്താ സാധനം? അത് ഓഹോ ഇവനാണ് മിയൗ ഇങ്കിൾ. ഹിയർ ഗൈസ് ക്യാപ്ചർ റേറ്റ്. ഹിയർ ദ കറൻറ്റ് ചാൻസ് ഓഫ് ക്യാച്ചിങ് ആൻഡ് അമിക്കിൻ. അപ്പോൾ ഇത് 15. എനിക്കൊന്ന് റെഡ് കാണുമ്പോൾ ഭയങ്കര പൊട്ട സാധനമായിരിക്കും. മീൻസ് നമ്മൾ എറിഞ്ഞാൽ നമുക്ക് കിട്ടൂല. അത് പച്ച ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായിരിക്കും സംഭവം. ഓക്കെ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട? ഇതെന്താ ഇത് ഗൈസ്? എന്തൊക്കെയോ സംഭവം. ഇപ്പോൾ 81 ഗൈസ്. അപ്പോൾ അത് തന്നെ മുകളിൽ ഇതിൻ്റെ ഹെൽത്ത് ബാറും അതിൻ്റെ ചാൻസ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ട ചാൻസും ആ തോന്നണം. അടിയിൽ ഇപ്പോൾ റെഡായി 81. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കട്ടെ. അതന്നെ ദ ലോവർ ദ മിക്കിൻ ഹെൽത്ത് ക്യാൻ ദ ഹയർ ചാൻസ്. അതന്നെ അപ്പോൾ ഹെൽത്ത് ലോ ആക്കുമ്പോൾ നമ്മൾ ഈ സാധനം എടുത്ത് എറിയുക. ഇപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ത്രോ ദ അമിഡൈസ് ടു ക്യാച്ച് ദ മിക്കിൻ. ഓക്കെ നമ്മൾ അത് എറിഞ്ഞിട്ടുണ്ട്. 81%. അയ്യോ അതെന്ത് ചെറുതായി പോകുന്ന? നമുക്ക് ഇവനെ ഇനി യൂസ് ആക്കാൻ പറ്റും? ഇല്ല ഗൈസ് നമ്മളിത് അൺലോക്ക് ആണം. ഇവൻ എന്തെന്നാ ഇത്? ഇവൻ്റെ പവർ 23, ഇവൻ്റെ 29. ഇവൻ ഫയർ അടിയിൽ കൊടുത്തിരുന്നുണ്ട്. ഓരോ റെസിസ്റ്റൻസ് 18. അവൻ്റെ ഫയർ ഫ്ലെയിം ഹുട്ട്. രണ്ടാമത്തെ ഇവൻ എർത്ത്. എനിക്ക് തോന്നുന്നു മറ്റേ ലീഫിൻ്റെ സെറ്റപ്പാണ് തോന്നുന്നല്ലേ. മിയൗ ഇങ്കിൾ. എല്ലാവരുടെ പേരാണ്. ഇത് റെയർ, ഇത് കോമൺ. മിയൗ ഇങ്കിൾ. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എന്താ ഉള്ളത് ഗൈസ്? ഫസ്റ്റ് എപ്പിസോഡ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഗെയിം ഇഷ്ടപ്പെടും എന്നെനിക്കറിയാൻ പാടില്ല. നിങ്ങളുടെ കമൻറ്റ്സ് പോലെ ഇരിക്കും നമ്മൾ ഇനിയും ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം മിക്കവാറും എന്തായാലും അടുത്തൊരു വീഡിയോസൂടെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ബിൽഡ് എ ബെഡ്. ഓക്കെ നമ്മളിനി ബെഡ് പണിയണം. നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തോട്ട് പോകാം. ഇതെന്ത് സംഭവം? ഇതെന്താണാവോ? ഓപ്പൺ ബിൽഡ്. ഇതെന്തോ സംഭവം ഉണ്ട്. യു ഫെൽ ഫ്രം ദ സ്കൈ. ഗൈസ് അവനെന്തോ പറഞ്ഞു, ഞാൻ പക്ഷെ അത് വായിക്കാൻ പറ്റില്ല.
ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ബെഡ് പണിയാം. ബെഡ്, ലെറ്റ്സ് ഗോ. ബെഡ് നമുക്ക് എന്തായാലും ഇവിടെ പണിതേക്കാം. ഇത് തിരിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇങ്ങനെ പണിയാം. ഓക്കെ, നമ്മൾ ബെഡ് പണിതിട്ടുണ്ട്. ഇനിയിപ്പോൾ പണിയെടുക്കാം. പണിയിടാതെ. ഓ, നമ്മൾ പണിയെടുത്താൽ മാത്രമേ ഇവൻ പണിയുള്ളൂ അല്ലേ? കൂടെ നമുക്ക് സഹായിക്കുമാണ്. സഹായിയാണ് അവൻ. നമ്മൾ പക്ഷേ പണി ചെയ്യണം, തുടങ്ങി വെക്കണം നമ്മൾ. ബാക്കി അവൻ നോക്കിക്കോളൂ. ഓക്കെ, നമ്മളങ്ങനെ ഒരു ബെഡ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവനാ. ഓ ഗൈസ്, അസൈൻ ആൻഡ് അമിക്കിൻ ആസ് എ വർക്കർ. ഇനിയാണ് നമുക്ക് ഇവന്മാരെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പണികൾ കൊടുക്കാവുന്ന. ഓപ്പൺ ദ കൺസോൾ ടു അസൈൻ ദ വർക്ക്. യെസ്, നമുക്ക് ഇവനെ പണിക്കിട്ടാലോ? ഇതെന്താ സംഭവം? എന്താ മേക്ക് എ വർക്കർ. ഓക്കെ, നമ്മളവനെ ആഡ് ദ അമിക്കിൻ ടു വർക്ക് ഗ്രൂപ്പ് ടു ആക്റ്റീവ് അമിക്കിൻ വിൽ ലീവ്. ഇതെന്താ സംഭവം? ദ ആക്റ്റീവ് അമിക്കിൻ വിൽ ലീവ് ഇറ്റ്സ് ഗ്രൂപ്പ്. അതൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവനെ വർക്കിന് ഇടണ്ട, നമുക്ക് ഇവനെനിക്ക് വേണം. ഇവനിവിടെ ഇട്, എന്നിട്ട് ഇവനെ പണിക്കിട്. ഓക്കെ, സ്വൈപ്പ് ചെയ്തിട്ട് അതാ നല്ലത്. ഇവൻ വുഡ് കളക്ട് ചെയ്യും. ഇതെന്താ സ്റ്റോണാണ് തോന്നുന്നു. സ്റ്റോൺ കട്ടർ. ഇതെന്താ ക്യാൻ പ്രൊവൈഡ് ക്ലോത്ത്സ് ഇൻ ദ. ഓക്കെ, ക്ലോത്ത്സ് എന്തോ കളക്ട് ചെയ്യുന്ന സംഭവമാണ്. ഇത് സ്റ്റോൺ കട്ടർ, ഇത് വുഡ് കട്ടർ. ഓക്കെ, ഇവനാണല്ലേ ബെഡ് വേണ്ടത്. ഓക്കെ, ഇപ്പം മനസ്സിലായിരിക്കും ഗൈസ്. നമുക്ക് 15 ബോൾ കിട്ടി. മറ്റേ നമ്മൾ ഇതാക്കിയില്ലേ, ഇപ്പം എന്തോ കളക്ട് ചെയ്തപ്പോൾ 15 ബോൾ. നമുക്ക് എന്തായാലും കുറച്ച് ആൾക്കാരും കൂടി പിടിച്ചാലോ? നമുക്ക് കുറച്ച് പേരും കൂടെ പിടിച്ചു നോക്കാം അല്ലേ? നമ്മുടെ ആളെന്തേ ഗൈസ്? മറ്റേ അമിക്കിനെ ഞാൻ ഒന്ന് എടുക്കട്ടെ. ഇവൻ എവിടെ കിടക്കുന്നു? ഇവനെ ഇവിടെ എവിടെയോ ഉണ്ടവൻ. ഇവനെ നമ്മൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിടണം. ഓക്കെ, നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോവാം. ഇപ്പം മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇതിൻ്റെ. ആ ഒരു ഗെയിമിൻ്റെ ഒരു സീൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് എന്തായാലും ഗെയിം ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ഗൈസ്, ഇവന്മാർ നമ്മളെ പേടിച്ച് ഓടിപ്പോകുന്നതാ. ഇവനിവിടെ അടിയടാ, ഇവനടി. ഗൈസ് അടിക്കുന്നില്ല. ഇവനടിച്ച്. അയ്യോ, നമ്മൾ ആ ബോൾ എറിഞ്ഞിട്ടുണ്ട്. ഫയർ വേവ്. ഓക്കെ, യെസ്, കിട്ടി. ഫ്ലൂ ഫിറ്റി. അമ്പേ ഗൈസ്, അവനെ ഏതാ സാധനം നോക്കട്ടെ. ഇതെന്താ? ഇത് പ്രതിമണി കേട്ടോ. ഇതാ വീണ്ടും ഫ്ലൂ ഫിറ്റി. ഗൈസ്, അവൻ എന്താ സാധനം നോക്കട്ടെ. ഫ്ലൂ ഫിറ്റി നോക്കട്ടെ. ബാഗ് എടുക്കുക. നമ്മൾ ആ ബെഡിൽ പോയിട്ടോണം അവർ ഇതാക്കാതെ തോന്നുന്നല്ലേ ഗൈസ്. ഇതാണ് പുതിയ നമ്മുടെ അമിക്കിൻ. പവർ 20. ഇവനെന്താ ഫിസിക്കൽ. ഗൈസ്, ഇതെനിക്ക് മനസ്സിലായി കേട്ടോ. ഫിസിക്കൽ ഏതാണ്, എന്താ സംഭവമാവോ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കൊള്ളാം ഗൈസ്. നമുക്ക് കുറച്ച് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നോക്കട്ടെ. ഇതെന്താ സംഭവം? എന്താ ഇൻക്യുബേറ്റർ. പണിയാൻ പറ്റും. അൺലോക്ക് അറ്റ് ലെവൽ 6 അല്ലേ? ഓക്കെ ഗൈസ്, ഇവിടെ റെഡ് കാണുന്നുണ്ട്. ഫ്ലൂ ഫിറ്റി. ഇവിടെ എന്തോ റെഡ് സാധനം കാണുന്നുണ്ട്. ടിങ്കിളാ ഗൈസ്. എന്തോ ടിങ്കിൾ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം. നമുക്ക് അടിക്കാൻ പറ്റുമോ? നമുക്ക് അടിക്കാൻ പറ്റും. പിടിക്ക്, ബോളറി. മറ്റേ അമിഡൈസ് പറഞ്ഞിട്ടുണ്ട്. കിട്ടി. ടിങ്കിൾ ഗൈസ്. പുതിയൊരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട്, ടിങ്കിൾ. പിന്നെ അപ്പുറത്ത് വേറെ എന്തോ ടിങ്കിളുണ്ട്. നമുക്ക് അപ്പുറം കയറി നോക്കാം. കുറേ ഉണ്ട് കേട്ടോ. അയ്യോ, ഇവനെന്താ? ഇവൻ ആ ടിങ്കിൾ തന്നെയാണ്. അവനെ തീർത്തക്കട ഒന്ന്. നമ്മുടെ ഫയർ ഹുട്ട് കില്ലാടി. നമ്മുടെ ഹെൽത്ത് കൊണ്ടല്ലേ. അവനെന്തോ സാധനമൊക്കെ വിടുന്നതാ. അടിക്കടിക്ക് എന്നെ അവൻ അടിക്കുന്ന. അവനടിക്കടാ. അയ്യോ, ലെവലപ്പായി. മാക്സ്. ലെവലപ്പ് ആകുമ്പോഴേക്കും ഓരോ സംഭവം നമുക്കിങ്ങനെ അവരെന്നെ എല്ലാം കൂട്ടി തന്നോളൂ അല്ലേ? ഓക്കെ, നൈസ്. മോനെ കില്ലാടി സാധനം. ഫ്ലൂ ഫിറ്റി അല്ല, സോറി. ഇപ്പം നമുക്ക് ഫ്ലൂ ഫിറ്റിനെയും കിട്ടി, ടിങ്കിളിനെയും കിട്ടി. നമുക്ക് തിരിച്ചു പോവാം. ബാ. ഞാൻ അവനെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ സ്ഥലത്തോട്ട് പോയിട്ട്. ഗൈസ്, നമ്മുടെ സ്ഥലം ഇത് എവിടെയായിരുന്നു? റൈറ്റിൽ താഴത്ത് കാണിക്കുന്നുണ്ടല്ലേ? ഓക്കെ, നമ്മുടെ സ്ഥലത്തോട്ട് നമുക്ക് പോവാം. ഫ്ലൂ ഫിറ്റി. ഇവനെയൊക്കെ നമ്മൾ ഓൾറെഡി പിടിച്ചതാണ്. നമുക്ക് ലാസ്റ്റ് ഒരെണ്ണത്തിനെ പിടിച്ചില്ലേ? ഇവൻ്റെ സംഭവം നോക്കട്ടെ. ബാക്ക്. അയ്യോ ഗൈസ്, ഇവിടെ എന്താ കയറാൻ പറ്റാത്ത? ഇത് ബെഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലേ? ഓക്കെ, നമ്മൾ പിടിച്ചത് ഫ്ലൂ ഫിറ്റി, പിന്നെ ടിങ്കിൾ എന്താ സംഭവം? ഇതും ഫിസിക്കൽ. ഇതിനെപ്പറ്റി നമ്മൾ കുറച്ചൊന്ന് പഠിക്കണം തോന്നുന്നല്ലേ ഞാൻ. പവർ. പക്ഷെ നമ്മുടെ ഏറ്റവും പവറുള്ള വേനാണ് കേട്ടോ നമ്മുടെ ഫ്ലെയർ ഹുട്ട്. പിന്നെ 29. പിന്നെ പവറുള്ള ഇവൻ നമ്മുടെ ആരാണ്? മിയാവ് ഇങ്കിൾ. കില്ലാടി പേരാണ് എല്ലാത്തിലും ഗൈസ്. അപ്പോൾ നമുക്ക് എന്നാലും ഫസ്റ്റ് എപ്പിസോഡ് കൂടെ ചേർത്തിയാലോ? അത്യാവശ്യം
ലെങ്ത് തോന്നുന്നു വീഡിയോസിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളതും നിങ്ങൾ പറയുക. ഗൈസ് ഇതെന്താ ഇത് ബുക്കിന് നമ്മൾ പിടിച്ച ആൾക്കാരുടെ ഗൈസ് ഇതെന്താ ഇത് ചിടിയാ ഗൈസ് കുറേ സാധനമായിട്ട് ഇതിനകത്ത് അമ്പടാ. ഞാൻ എന്തായാലും ഇപ്പം പിടിച്ചെല്ലാവരും ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതെങ്ങനെ കാണിക്കണ്ടേ ആവൂ ഗൈസ്? അതെങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അതാ ഇവിടെ ഉണ്ടല്ല. ഓക്കെ, ഫസ്റ്റത്തെ ആൾ ഇവനെ നിങ്ങൾ ഓൾറെഡി കണ്ട്. പിന്നെ ഇവനെ കാണിച്ചു തരാം. അടുത്ത നമുക്ക് ഓക്കെ എന്തായാലും ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ആൾ ഇവൻ നമ്മുടെ വാലക്കുള്ള ഒരാൾ കണ്ടില്ലേ? ഇവൻ കൊള്ളാൻ കേട്ടോ. ഇനി നമ്മൾ മൂന്നാമത് പിടിച്ചത് ഇവൻ കൺഫേം. മൂന്നാമത് പിടിച്ച ആളെ കാണിച്ചു തരാം. ഫ്ലൂഫിറ്റി, 2 കൊമ്പൊക്കെ ഉള്ള ആൾ. ഓക്കെ, ഇതാണ് ഫ്ലൂഫിറ്റി അല്ലേ? ഫ്രണ്ട് നോക്കിയാൽ എൻ്റെ കൊള്ളാം. പിന്നെ നാലാമത് പിടിച്ചത് ഈ ടിങ്കിൾ. നാലാമതാണ് ടിങ്കിൾ. നല്ല പേരാണ്. പിന്നെ ഹെൽത്തൊക്കെ എങ്ങനെ കൂട്ടുന്നാവോ? അതൊക്കെ നല്ല ഒന്ന് പഠിക്കണം കേട്ടോ ഞാൻ പോയിട്ട്. ഇതാണ് നാലാമത്തെ ആള് ടിങ്കിൾ. ഇവൻ അത്യാവശ്യം കൊള്ളാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും വിളിച്ച് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വലിയേറെ കമൻറ്റ്സ് പറയേണ്ടതാണ് ഗെയിമിനെ പറ്റിയുള്ളതും. പിന്നെ നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ അതും കൂടെ ഒന്ന് പറഞ്ഞു തരാം. എനിക്ക് കൂടുതലായിട്ട് ഈ ഗെയിമിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല. ഒരു പോക്കിമോൻ ബേസ് സംഭവമാണെന്നാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു ട്രെയിലർ കണ്ടപ്പോഴേക്കും. ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്താണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്രയും ഒരു ഇത് കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഗെയിം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതിൻ്റെ വീണ്ടും എപ്പിസോഡിൽ ചെയ്യണോ എല്ലാം ഒന്ന് പറയുക. ഫസ്റ്റ് എപ്പിസോഡാണ്. നമ്മൾ അത്യാവശ്യം നമ്മൾ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഇപ്പം നിങ്ങൾ ഈ മാപ്പ് നോക്കി, നമ്മൾ ഈ ഒരു ചെറിയ ഭാഗത്ത് പോലും നമ്മൾ മൊത്തം പോയിട്ടില്ല. ഈ നെക്സസ് ട്രീ എന്ന് പറയുന്ന ഭാഗമില്ല, ഇവിടെ പോലും നമ്മൾ ഫുള്ള് പോയിട്ടില്ല. ഇനി വെള്ളത്തിൽ എന്തൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ പോകാനുണ്ട്. ഈ മറ്റേ റെഡ് സ്ഥലം കണ്ടില്ല, ഇവിടെ പോകാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കെന്തായാലും കുറേ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ വരും എപ്പിസോഡിൽ ഗൈസ് ഇവൻ്റെ ലെവലിൽ തന്നെ കയറുന്നുണ്ടല്ലേ? ഓക്കെ, കയറട്ടെ. വരും എപ്പിസോഡുകൾ ഇതിലും അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.